നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഗ്രൻ ചേനക്കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. വീട്ടിലെ പറമ്പിലുണ്ടായ ചേന വെച്ചിട്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ ടേസ്റ്റിയായ കറിയാണ് നിങ്ങളായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേനത്തണ്ട് കറിയുടെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ചേന പറിച്ചില്ല. അപ്പോൾ ഒരുപാട് തണ്ടുകൾ, ഒരുപാട് വിത്തുകൾ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. കുറേ അമ്മത്തണ്ടും കുട്ടിത്തണ്ടൊക്കെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തവണ നമ്മളത് പറിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നിരാശപ്പെടുത്തിയില്ല. ഈ ചേനത്തണ്ട് കണ്ട പോലെ തന്നെ 2-3 കുട്ടി ചേനയും ഒരു വലിയ ചേനയും പിന്നെ ഒരു 4-5 പൈതങ്ങളെയും കിട്ടിയിട്ടോ. ചേന എപ്പോൾ കഴുകിയാലും എൻ്റെ കൈ ചൊറിയാറുണ്ട്. ഉള്ളം കൈ ചൊറിയാറില്ല, അതിൻ്റെ നീര് കൈയുടെ പുറത്ത് സ്കിന്നിൽ മുട്ടുമ്പോഴാണ് ചൊറിയുക. ഇപ്പം ഞാൻ ചൊറിയാതിരിക്കാൻ ചേന കഴുകുന്ന വെള്ളത്തിൽ കൈ മുട്ടിക്കാറില്ല. അപ്പം നമ്മൾ ചെറിയൊരു ചേനയുടെ പകുതിയാണ് കറി വെക്കാൻ എടുക്കുന്നത് കേട്ടോ. ഇത് ഏതാണ്ട് 1/4 കിലോളം വരും. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്ന് കുറച്ച് കട്ടിയിലാണ് ഞാൻ എപ്പോഴും ചെത്തിക്കളയാറ്. ചേനയുടെ സ്കിൻ കുറച്ച് കട്ടിയിൽ ചെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകാൻ എളുപ്പമായിരിക്കും. പിന്നെ എന്തെങ്കിലും കുഴി പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തിയൊക്കെ അതിൻ്റെ മണ്ണൊക്കെ അങ്ങോട്ട് കുത്തിക്കളയും. അപ്പോൾ ഇത്രയും നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ പാത്രത്തിലിട്ടിട്ട് ഈ അരിപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെയാണ് ഞാൻ കഴുകിയെടുത്തത് കേട്ടോ. 2 പ്രാവശ്യം മാത്രം കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു എടുത്തതാണ്. വേറൊരു വലിയ പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനിയിപ്പം ചേന കഷ്ണങ്ങളെല്ലാം നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കൈയൊന്നും ചൊറിയുന്നില്ല, ഞാൻ വെള്ളത്തിൽ കൈ മുട്ടിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ചേന കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 8-10 ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ഒന്ന് ചതച്ചിട്ടുണ്ട്, അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ചതച്ചത് ചേർക്കണമായിരിക്കും. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചുമൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് വെന്ത് കിട്ടും. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഇതിനകത്ത് ഉള്ളിയോ ജീരകമോ ഒന്നും ചേർക്കരുത്. അപ്പോൾ ചട്ടിയിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേന ഒന്ന് ഉടച്ചെടുക്കണം. മൊത്തം ഉടക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു പകുതിയോളം ചേന ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ചേന ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുത്തേക്കണേ. മിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ചേന ഒരുവിധം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വല്ലാണ്ട് തിക്കായിട്ടുണ്ടാവും, വല്ലാണ്ട് തിക്കാവും. നമുക്ക് ഇച്ചിരി കറിയായിട്ടാണ് വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ജാറ് കഴുകി അതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒട്ടും തിളച്ച് പോകരുത്. നന്നായിട്ട് ചൂടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം കൂടി നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മൺചട്ടി ആയത് കാരണം ചൂട് നിൽക്കും. അപ്പോൾ തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ കറിക്ക് ഈ ലൂസ് വേണം, ചൂട് കുറയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ ചെറിയൊരു ഫ്രൈ പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2-3 ഉണക്കമുളക് കീറി അതും ഇട്ട് കൊടുക്കാം. ഇതിപ്പം വീട്ടിലുണ്ടായ മുളക് പഴുത്തു പോയതാണ്, അത് ഞാൻ ഉണക്കിയെടുത്തതാണ്. വളരെ ചെറുതായത് കാരണമാണ് 3 എടുത്തത്. ഇനി നമുക്കിതെല്ലാം കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിൾ കറിക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന്. അങ്ങനെയല്ല, നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. താങ്ക്